നമസ്കാരം. എൻ്റെ മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഗോൾഡ് വന്നിട്ട് രൂപ ഇറങ്ങി 14,900 എന്ന് വന്നിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 16,200 എന്ന് വന്നിരിക്കുന്നു. ഇവർ നോ ചേഞ്ച് എന്ന് പറയുന്നു, പക്ഷെ അതും താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ കണ്ട് നിങ്ങൾ പറ്റിക്കാൻ പെടരുത്. ഡോളർ താഴെ ഇറങ്ങി 92.50 വരയ്ക്ക് വന്നെത്തിയിരിക്കുന്നു. ഞാൻ കമ്പ്യൂട്ടർ അകത്ത് വന്ന് ജോലി നോക്കി 92.38 കൊണ്ടു ചെന്നിരിക്കുന്നു. കുറച്ച് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ കൂടെ അത് ഇറങ്ങും. എവിടെ എവിടെ എന്നാണ് തേടിക്കൊണ്ടിരിക്കുന്നു. 94ന് കുറവായിട്ട് ബാങ്കിൽ കൂടെ വാങ്ങാൻ പറ്റൂല. എന്തൊക്കെയാണ് ഡൗൺ എന്ന് ലിസ്റ്റ് നോക്കാം. ടാറ്റ സ്റ്റീൽ 4, ടാറ്റ കമേഴ്ഷ്യൽ 4, LNT 4, തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 3.5, ഹീറോ മോട്ടോർ കാർപ്പ് 3.2, ആറ്റ്കോ 3.2, കല്യാൺ ജുവലേഴ്സ് 3.1, ടാറ്റ മോട്ടോർ പാസഞ്ചർ 3.1, ബജാജ് ആട്ടോ 3, IDFC ബാങ്ക് 2, മുത്തൂറ്റ് ഫൈനാൻസ് മാത്രം 1.25 അപ്പ്. ഇന്ത്യയിൽ ഇന്ന് വലിയ വലിയ ഡെവലപ്മെൻറ്റ് എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ, ശാന്തനു നാരായണൻ എന്ന് പറഞ്ഞ് അഡോബിൻ്റെ ചീഫ് ഇരുന്നു 20 കൊല്ലം കൊണ്ട്. ഇവർ ഇന്നലെയാണ് റിട്ടയർ ആയത്. ഒരു കമ്പനീനെ 1 ബില്യണിലിരുന്ന് മാർക്കറ്റ് ക്യാപ്പിലിരുന്ന് 25 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരയ്ക്കും ഇയാൾ എടുത്തു ചെന്നു. അവർ അഡോബ് സോഫ്റ്റ്വെയറിന് ആസ് എ സർവീസ് സോഫ്റ്റ്വെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് ഈ ഗ്രേ മാർക്കറ്റിന് ഒരു ലെവലിൻ്റെ മുകളിൽ കൺട്രോളിൽ കൊണ്ടുവന്നു. ഇപ്പോൾ AI വന്നിട്ട് അഡോബിനെ ചാലഞ്ച് ചെയ്ത സമയം ഇനി CEO ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം എന്ത് പറയുന്നത് എന്നാൽ, ഞാൻ ചെയർമാൻ ആയിരിക്കും. ചെയർമാൻ ആയത് കമ്പനിക്ക് ക്ലോസ് ആയിരുന്നു, കമ്പനിയെ ഞാൻ ഗൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് എൻഡ് ഓഫ് അൻ ഇറ. ഒരു ഇന്ത്യൻ CEO ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്ന ആളാണ്. 20 കൊല്ലം ആ പോസ്റ്റിലിരുന്നു. ആ കമ്പനിയുടെ ഒപ്പം നല്ല ഒരു ബോണ്ടിങ്ങിലിരുന്ന ആൾ ഇപ്പോൾ റിട്ടയർ ആയി പോകുന്നു. ശാന്തനു നാരായണൻ വന്നിട്ട് ഗൂഗിൾ ചീഫ് സുന്ദർ പിച്ചൈൻ്റെ മുമ്പും സത്യൻ നടേലറിൻ്റെ മുമ്പും മേളിൽ കയറി വന്ന ആളാണ്. അവർ വന്നിട്ട് ഇന്ത്യൻ ടെക്കിൽ ഫസ്റ്റ് 50ൽ ഫസ്റ്റ് CEO ഓഫ് എ മേജർ കമ്പനി. അവർ റിട്ടയർ ആവുന്നത് ക്ലിയർലി ആൻഡ് എൻഡ് ഓഫ് എൻ ഇറ ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ വന്നിട്ട് ഒരു IT ഒരു ഡെവലപ്പിംഗ് ആയ കാരണത്തിൽ അവർ ഒരു പങ്കുമുണ്ട്. ഇതുപോലത്തെ ആളുകളും ഇതിനൊക്കെ മുഖ്യ കാരണമെന്ന് നമ്മൾ മറക്കരുത്. ഇപ്പോൾ LPG ഇല്ല എന്ന കാരണത്താൽ ഒരുപാട് സെക്കൻഡ് ഓർഡർ എഫക്റ്റ് വരും. ഒരുപാട് MSME അടിപ്പെട്ടിട്ടുണ്ട്. വെൽഡിങ് ചെയ്യുന്നവർ, ഇതിനെ ചെയ്തവരൊക്കെ അടിപ്പെട്ടിട്ടുണ്ട്. ഇത് വെച്ചാൽ ഏതോ ഗ്യാസ് ഇല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടെ ഒരു പാക്കേജ്ഡ് ഫുഡ് കമ്പനീസ് ഇരിക്കുന്നല്ലേ. LPG ഇല്ലാത്ത കാരണം, ഷോർട്ടേജ് കാരണം പ്രൊഡക്ഷനെ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. കാരണം പാക്കേജ്ഡ് ഗുഡ്സ് കിട്ടാൻ ഇനി ബുദ്ധിമുട്ടാകും. എന്നിട്ട് MTR കമ്പനി ഓണർ ഓക്കില്ല, ഇതുപോലെ ആൾക്കാരൊക്കെ വലുതായിട്ട് അഫക്റ്റ് ആകും. ITCയും ഇത് കാരണം അഫക്റ്റ് ആകും. ഇവിടെയൊക്കെ ഫുഡിനെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അവർക്കും ഹെവി ലോസ് ഇരിക്കും. സോ ഓവറാളെ നോക്കുമ്പോൾ FMCG ഇൻഡസ്ട്രിക്ക് തന്നെ ഇപ്രാവശ്യം ഇയറിങ്സ് അടിപ്പെടുമെന്നതിൽ ഇതൊരു മാറ്റവുമില്ല. ഇന്ന് വന്നിട്ട് എല്ലാ സ്റ്റോക്കും അടിയാണ്. ആട്ടോ വന്നിട്ട് 1.1%, IT 1.1, ഫാർമ 0.3, പിന്നെ FMCG 0.6, മെറ്റൽസ് വന്നിട്ട് 2.5% ഡൗൺ. പാക്കേജ് ഫുഡ് കമ്പനീസ് ഡയറ്റിലാണ് ഇരിക്കുന്നത് ബേസിക്കലി. ഇത് വെച്ചാൽ LPG ഭയങ്കര ഷോർട്ടേജിലാണ് ഇരിക്കുന്നത്. വേറെയുള്ള മുഖ്യ വാർത്തകൾ നോക്കുവാണെങ്കിൽ, ഡീപ് സ്ട്രീറ്റ് വന്നിട്ട് 11 വർഷത്തിൽ കാണാതെ അത്രയും ലോ ആയിട്ടുണ്ട്. മേയിൽ എൻഡ് ഓഫ് മാർച്ചിൽ, ഏപ്രിലിൽ 21,000 തൊട്ടായിരുന്നു. 21% തൊടാൻ പറ്റുമോ എന്നതാണ് ബെറ്റ് ഇവിടെ. വാർ കണ്ടിന്യൂ ആയി ഇനിയും LPGയുടെ ഷോർട്ടേജ് ഒരുപാട് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടായിട്ട് ആ പ്രൈസ് റേഞ്ചിന് അത് തൊടും. ഇപ്പോൾ ഇറാൻ വാർ വന്നിട്ട് IPOൻ്റെ മൊമെൻറ്റമിനെ ആഡ് ചെയ്തിരിക്കുന്നു. ഇത്ര ദിവസം വന്ന് IPO മ്യൂച്വൽ ഫണ്ടിനെ ശ്രദ്ധിക്കും. ആ സ്റ്റോക്കിനെ അപ്ലൈ ചെയ്ത് അതിനെ മാർക്കറ്റിൽ റിലീസ് ചെയ്ത് കമ്മീഷൻ മാത്രം വാങ്ങിയിട്ടിരിക്കുന്നു. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റൂല. എന്തെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിന് അകത്ത് കാശൊന്നും വന്നില്ല. ഇത് കാരണം IPO കഷ്ടമാണ് ഇന്ത്യയിൽ. ഇപ്പോൾ അമേരിക്കയിൽ ട്രഷറിയിൽ എല്ലാവരും വിൽക്കുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കയറുന്നു. ഇതിനൊരു വലിയ കോസ് ഓഫ് കൺസേൺ ആയിട്ടാണ് നോക്കുന്നത്. US ട്രഷറി സെൽ ഓഫ് എന്ന് പറയുന്നത് ഡീപ്പണായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഓയിൽ കാരണം ഇൻഫ്ലേഷൻ വരും. അമേരിക്ക പെട്രോൾ പങ്കിൽ വില കയറിയിരിക്കുന്നു.
ഗ്യാസിലും ഡീസലിൻ്റെ വില കയറിയിരിക്കുന്നു. കാരണം ഇൻഫ്ലേഷൻ വരും, അമേരിക്കയിൽ റേറ്റ് കട്ട് വരില്ല ഒക്കെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. ഫെഡറൽ ഗവർണർ ചീഫ് പൗൽ എന്ത് പറയുന്നു എന്നാൽ ഈ കൊല്ലം ഫുൾ റേറ്റ് കട്ടൊന്നും ഇല്ല, അടുത്ത കൊല്ലം തന്നെ റേറ്റ് കട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ജൂണിൽ മാറും, പുതിയ ആൾക്കാരൊക്കെ വരും, ഡോളർ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ആയിരിക്കുന്നു, ഇന്നും പ്രഷർ കയറുന്നു, ഗോൾഡേ കുറയുന്നു എന്നാൽ ഡോളറിന് ഡിമാൻഡ് കൂടിയിരിക്കുന്നു, എഡിബിൾ ഓയിലിൻ്റെ വില ഒക്കെ കയറുന്നു, അതിൽ 1 ലിറ്ററിന് 10 രൂപ 15 രൂപ കയറും എന്ന ഒരു ന്യൂസ് വന്നിരിക്കുന്നു. ഗ്ലോബൽ കമ്മോഡിറ്റി സർജ് കാരണം ഈ മലേഷ്യ ഇന്തോനേഷ്യയിൽ ഇരിക്കുന്ന പാമോയിലിൻ്റെ വിലയിന് ഭയങ്കരമായിട്ട് കയറ്റുന്നു. കാരണം മാർക്കറ്റ് ഭയങ്കരമായിട്ട് അടിപ്പെടും എന്നതും നമുക്കറിയാം. സിൽവർ ETF-ൽ ആദ്യം ഇത്രയും ദൂരം ക്രാഷ് ആയതിൻ്റെ ശേഷം കാശ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം ആഫ്റ്റർ 2 years ഫ്ലോ ഇരിക്കുന്നു. യാർക്ക് ലാസോ അവർക്ക് മാത്രമാണ് ലോസ്. 1.5 വർഷത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മൈനർ പ്രോഫിറ്റോടെ നിങ്ങൾ എസ്കേപ്പ് ആവും. ഗോൾഡ് ETF-ലും ഇൻഫ്ലോ കുറഞ്ഞിരിക്കുന്നു, ഔട്ട്ഫ്ലോ ഇന്നും തുടങ്ങിയില്ല. ബീറ്റേഡ് ഇൻഫ്ലേഷൻ എന്നത് 3.2 വരയ്ക്കും പോയ മാസമുള്ള ട്രിഗറാണ്. ഇത് ഈ ഇറാനിലുള്ള വാറിൻ്റെ എഫക്റ്റ് ഒന്നും ഇല്ല. ഇറാനിലുള്ള ആ വാർ എഫക്റ്റ് നിങ്ങൾ ചേർക്കുവാണെങ്കിൽ 4.5% വരേക്കും ഇത് പോകാൻ്റെ ചാൻസ് ഇരിക്കുന്നു. ഇൻഡക്ഷനിൽ ടേബിൾ ടോപ്പിൽ വയ്ക്കുന്നത് പോലെ ഇരിക്കുന്നതിൽ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നു. 1500 രൂപയ്ക്കുള്ള സാധനത്തിന് നിങ്ങൾ 3000 രൂപയ്ക്ക് പറഞ്ഞാലും വാങ്ങാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആ സാധനം മാർക്കറ്റിലില്ല, അരിക്കുന്ന പോലെ ഈസിയാ കിട്ടുന്നില്ല. അത് കാരണം TPK പ്രസ്റ്റീജും സ്റ്റൗക്രാഫ്റ്റ് പീജിയൻ ബ്രാൻഡ് വിൽക്കുന്നു. ഇതിൻ്റെ ഷെയറും ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. മാർക്കറ്റ് ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കുവാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സേഫായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിന് പോവാം എന്ന് പറയുന്നു. ഇതിൽ അവർ ആവശ്യമുള്ള കാശ് സമ്പാദിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. യെസ് ബാങ്കിൻ്റെ ചീഫ് വിജയ് വന്ന് ബാങ്കിനെ റീഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. IDFCയിൽ 100 ഫ്രോഡ് അക്കൗണ്ട് മൂലം തന്നെ 595 crores എടുത്തിരിക്കുന്നു. അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ടുണ്ട്. ബാങ്കിൽ എത്രയും ലിക്വിഡിറ്റി വച്ചിരിക്കുന്നു എന്നതിന് റൂളിലെ കുറച്ച് അവർ ലെൻഡിങ് കപ്പാസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇതൊരു വലിയ റിസ്ക്കാണ്. ഇപ്പോൾ US എന്ത് പറയുന്നു എന്നാൽ ഇതിൻ്റെ മുകളിൽ റൂൾസ് പ്രകാരം 10% മുകളിൽ ടാക്സ് ഇടാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ കാശ് ടാക്സ് ഇടാൻ ഒരു കാരണം തേടി മുകളിൽ സെക്ഷൻ 301 പ്രകാരം ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവസാനം നോക്കുമ്പോൾ BYD എന്ത് പറയുന്നു എന്നാൽ കനഡയിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാം. അതിൽ മാനുഫാക്ചർ ചെയ്തെങ്കിൽ അത് കനേഡിയൻ കാറാണ്. മാർക്ക് കാനറി പെർമിഷൻ കൊടുത്തിരിക്കുന്നു. BYD മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ കനഡയും വരും. ഇതാണ് ന്യൂസ്. മാർക്കറ്റ് വളരെ വീക്കായിട്ടിരിക്കുന്നു. വളരെ സൂക്ഷിച്ച് നിങ്ങൾ കളിക്കണം. കാശിന് വളരെ ഡിപ്ലോയ് ചെയ്യണം. ഇതിന് സമയം വന്നില്ല. ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ കൺസിഡർ ചെയ്താൽ മതി. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.